ഏകദേശം 30 ലക്ഷം റുപ്യോളം ലോസ് വന്നിട്ടാണ് പുള്ളി നമ്മളെ കണക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ഫൗണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 30 ലക്ഷം റുപ്യ കൊടുത്ത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത്, എന്നാൽ ഇപ്പോൾ ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ പുള്ളിക്ക് ഒരു ഓണർഷിപ്പ് ഇല്ലാത്ത എക്സാക്ട് ആ ഒരു 30 ലക്ഷം റുപ്യ ലോസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പുള്ളി ഇപ്പോൾ ഉള്ളത്. എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു. ഇദ്ദേഹം ഒരു D2C ബിസിനസ് റൺ ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണർ ആയിരുന്നു. ഏകദേശം 50 ലക്ഷം റുപ്യോളം സീഡ് മണി ഉണ്ടായിരുന്നു. റഫറൽ ത്രൂ കിട്ടിയ ഒരു ഡെവലപ്മെന്റ് ഫ്രീലാൻസ് ടീമിനായിരുന്നു ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 30 ലക്ഷം റുപ്യ അപ്ഫ്രണ്ട് ആയിട്ട് ഇവരുടെ നിന്ന് മേടിക്കുകയും ചെയ്തു. എന്നിട്ട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ആയി. ബട്ട് അപ്പോഴാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ തുടങ്ങി. സോ ആ ഒരു ടൈമിലാണ് പുള്ളി ഡിസൈഡ് ചെയ്തത് നമുക്ക് ഈ ഒരു ഫ്രീലാൻസ് ടീമിനെ ചേഞ്ച് ചെയ്യാന്നുള്ളത്. സോ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കോഡ് ഞങ്ങളുടേതാണെന്നാണ്. ബിക്കോസ് ഇതിന്റെ എഗ്രിമെന്റിൽ IP ഓണർഷിപ്പ് ക്ലോസ് പുള്ളി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കോഡിൽ ഒരു ഓണർഷിപ്പ് ഉണ്ടായിരുന്നില്ല, റെപ്പോസിറ്ററി ആക്സസ് ഉണ്ടായിരുന്നില്ല. 30 ലക്ഷം റുപ്യ കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് പുള്ളിയുടെ സ്വന്തം കോഡിൽ പോലും ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത്. അങ്ങനെ 4 മാസം കൊണ്ട് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ റീബിൽഡ് ചെയ്തു ഫ്രം ദി സ്ക്രാച്ച് ഇട്ടിട്ട്. ശരിയായിട്ടുള്ള ആർക്കിടെക്ചർ, ശരിയായിട്ടുള്ള ഡിസൈൻ, കോൺട്രാക്ട് എന്നിവയെല്ലാം നമ്മൾ മെയിൻലി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ IP ഓണർഷിപ്പ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു ഡെവലപ്മെന്റ് ടീമിനെ ഹയർ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനോ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ ഈ ഒരു 3 കാര്യങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. 1, IP ഓണർഷിപ്പ് ഡേ 1 തൊട്ട് നിങ്ങൾക്ക് മാത്രമായിരിക്കണം. 2, GitHub അല്ലെങ്കിൽ GitLabsൽ ഡയറക്റ്റ് ആക്സസ് ഉണ്ടാവണം. 3, എക്സിറ്റ് ക്ലോസ് ടീമുമായിട്ട് ഫുൾ കോഡ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ഈ ഒരു 3 ലൈനും പുള്ളിയുടെ അഗ്രിമെന്റിലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് 30 ലക്ഷം റുപ്യോളം പുള്ളിക്ക് ലോസ് സംഭവിച്ചത്. നിങ്ങളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കോൺട്രാക്ട് എന്ന് കമന്റ് ചെയ്യുക. ഞങ്ങൾ ഉപയോഗിക്കുന്ന എക്സാക്ട് ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് തരാം. സോ അതൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഇനി നമ്മൾ എന്ത് ബിൽഡ് ചെയ്യുമ്പോഴും നോക്കാൻ വേണ്ടിയിട്ട്.